ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ്. ഞങ്ങളുടെ തിരുവനന്തപുരം ട്രിപ്പിൻ്റെ അവസാനത്തെ ഭാഗമാണിത്. ഇതേതാ ബീച്ചെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? അതെ, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബീച്ചായ ശംഖുമുഖം കടപ്പുറമാണിത്. നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം പ്രക്ഷുബ്ധമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ കടലുമുള്ളത്. കരയെല്ലാം ഇടിഞ്ഞ് താഴോട്ട് വീണിട്ടുണ്ട്, നോക്കിയാൽ കാണാം. ഈ ശംഖുമുഖം കടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ കാനായ കുഞ്ഞിരാമൻ്റെ സാഗര കന്യക വിശ്രമിക്കുന്നത്. അവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒന്നോ രണ്ടോ റീൽസും ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരു സന്ധ്യ ആവുന്നതിന് മുന്നേ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കാമെന്നുള്ള രീതിയിൽ വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങി. ഏതാണ് ഗംഭീരമായ പള്ളി എന്ന് മനസ്സിലായോ? മദർ ഓഫ് ഗോഡ് ചർച്ച് എന്നറിയപ്പെടുന്ന വെട്ടുകാട് പള്ളിയാണ്. കടലിന് നേരത്തെ ആഴിമലയിൽ പോയപ്പോൾ ശിവൻ്റെ അമ്പലം കടലിൻ്റെ നേരെ മുമ്പിലായിരുന്നു. അതുപോലെ തന്നെ കടലിൻ്റെ നേരെ മുമ്പിലുള്ള ഒരു പള്ളിയാണിത്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് വൈകുന്നേരത്തെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ചെറുതായിട്ട് കയറി തൊഴുതിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ പഠിച്ചതിലൊരു ക്രിസ്ത്യൻ സ്കൂളിലായിരുന്നു, കോഴിക്കോട് BM-ൽ. സോ അതുകൊണ്ട് ആ പള്ളിയിലോട്ട് ജസ്റ്റ് കയറിയപ്പോൾ ഞാൻ പണ്ട് സ്കൂളിൽ നിന്ന് ചെറിയ ബ്രേക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാറൊക്കെ ചെയ്യാറില്ലായിരുന്നു. അതൊക്കെ ഓർമ്മ വന്നു. ശരിക്കും നമ്മൾ ഏതൊരു പുതിയ സ്ഥലത്തോട്ട് പോകുമ്പോഴും അവിടെ നമുക്ക് കണക്റ്റഡായ പല ഓർമ്മകളും ഉണ്ടാവുമെന്ന് പറയുന്നത് ശരി തന്നെയാണ്. എനിക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടിക്കാലം ഓർക്കാൻ കഴിഞ്ഞു ഈ പള്ളി കണ്ടപ്പോൾ. ഞങ്ങളുടെ പള്ളി ഇത്ര വലുതായില്ലായിരുന്നെങ്കിൽ പോലും ആ പള്ളീനെ ഒരുപാട് ഓർമ്മപ്പെടുത്തി ഈ പള്ളി. ക്രിസ്ത്യൻ പള്ളികളെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊരു പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഒന്ന് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നൊരു വിശ്വാസം. അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാ കാലമുള്ള ഒരു പ്രാർത്ഥന ഞാൻ അന്നും പ്രാർത്ഥിച്ച് തന്നെയാണ് കയറിയത്. നടക്കുമായിരിക്കും, നടക്കാതെ ഇവിടെ പോവാൻ. അവിടുന്ന് അരുണിൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് കൊണ്ട് ഞങ്ങൾ കടപ്പുറത്തിന് അറ്റം വരെ പോയി തിരിച്ചു വന്ന് വഴി തെറ്റിയിട്ട് അതിനുശേഷം നേരെ ലുലു മാളിലോട്ടാണ് പോയത്. സൺഡേ ഈവനിങ് ആയിരുന്നു. ലുലു മാളിൽ കാല് വയ്ക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും ഞങ്ങൾ കുറച്ച് നേരം കാലൊക്കെ വെച്ച് കാണാൻ പറ്റുന്നിടങ്ങളെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. ശരിക്കും ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക്, വൈകുന്നേരം ആകുമ്പോഴേക്ക്. കുറച്ച് നേരം അവിടെ ഫുഡ് കോർട്ടിലെല്ലാം പോയിരുന്ന് സമയം ചിലവഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങി. ലുലു മാർട്ടിലെല്ലാം കയറണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എവിടേക്ക് അതിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും തിരക്കായിരുന്നു. സോ അതിന് ഞങ്ങൾ പ്രയത്നിച്ചതേ ഇല്ല. തിരക്കില്ലാണ്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ലുലു മാളിൽ ചുറ്റിത്തിരിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കഴക്കൂട്ടത്തേക്കാണ് പോയത്. അവിടെ ജിത്തു കാത്തു വെക്കുന്നുണ്ടായിരുന്നു. ഒരുമിച്ച് ഡിന്നർ കഴിച്ച് വീട്ടിലോട്ട് മടങ്ങാമെന്നുള്ള പ്ലാനിലായിരുന്നുണ്ടായിരുന്നത്. നമ്മൾ പോയ റെസ്റ്റോറൻറ്റിൻ്റെ പേരായിരുന്നു തത്കാരം. എയർപോർട്ട് തീം ബേസ്ഡ് ആയിരുന്നു ആ റെസ്റ്റോറൻറ്റ്. വിമാനത്തിൻ്റെ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള അഹങ്കാരത്തോടും അത്യാഗ്രഹത്തോടും കൂടി ഞങ്ങൾ വിമാനത്തിനുള്ളിലേക്ക് കയറിയെങ്കിലും അവിടുത്തെ ചൂട് കാരണം ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിക്കാൻ പിന്നെ അങ്ങോട്ട് പ്രയത്നിച്ചില്ല. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കി ഇത് ഞങ്ങൾക്ക് പറ്റില്ല, ഈ വിമാനം നമ്മൾക്ക് യാത്ര ചെയ്യാൻ യോഗ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചിറങ്ങി താഴെ നോർമൽ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന പോലെ പോയിരുന്ന് കഴിച്ചു.
ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ടും തളർന്ന് പണ്ടറിറങ്ങിയിട്ടും ഞങ്ങളന്ന് രാത്രി ഇരുന്നിട്ട് പാട്ട് പാടി. എൻ്റെയും ജിത്തുവിൻ്റെയും ഗാനമേളയായിരുന്നു. അത് സഹിച്ചുകൊണ്ട് രേഷ്മ അത്രയും നല്ലോണം പാടുന്ന ആളായിട്ട് പോലും അഹങ്കാരം കാരണം അവൾ പാടിയില്ല, ഞങ്ങളുടെ കൂടെ നിന്ന് പാടിയില്ല. ഞങ്ങൾക്ക് അഹങ്കാരമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ വളരെ ഡൗൺ ടു എർത്ത് ആയവരായത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ലോണം പാട്ടൊക്കെ പാടി. അവൾ പിന്നെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ട് അവളെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇപ്പോൾ. അങ്ങനെ ആ പാട്ടെല്ലാം പാടി ഞങ്ങൾ സന്തോഷമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് ഒരു ദിവസം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ. പക്ഷേ അത് ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തീർത്തു. ഒറ്റക്കാലം അമ്പലം കണ്ടു രാവിലെ പോയിട്ട്. പിന്നെ ഞങ്ങളിവിടെ സ്ഥലമൊന്നും കാണാൻ പോയില്ല. കുറച്ച് ബുക്സും കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ മാവേലി എക്സ്പ്രസ്സിന് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു. എന്തായാലും നല്ല അടിപൊളി ജേണി ആയിരുന്നു. ആ ജേണി അത്രയും മനോഹരമാവാൻ കാരണം ജിത്തുവിൻ്റെയും അരുണിൻ്റെയും പ്രസൻസും കൂടിയാണ്. ഞങ്ങളിനി എവിടെ പോകുമ്പോഴും ഇതുപോലെ നല്ല 2-3 സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടാവണമെന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്. ഭയങ്കര സന്തോഷമായി എന്തായാലും ഈ ഒരു യാത്ര കൊണ്ട്. മനസ്സിന് മുഴുവൻ അത്രയും കാലം എന്തൊക്കെയൊക്കെ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ മനുഷ്യന്മാരായാലും, ആ വിഷമങ്ങളൊക്കെ മറന്ന് 2 ദിവസം അതിൻ്റെ ഒരു എനർജിയോട് കൂടിയിട്ട് ജീവിക്കാൻ, ആ എനർജി ഞങ്ങളെ വീണ്ടും ഒരുപാട് കാലം ജീവിക്കാൻ പ്രേരിപ്പിക്കും എന്നുറപ്പാണ്. വീണ്ടും സന്ധിക്കുന്നത് വരെ തിരുവനന്തപുരത്തിനോടും പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളോടും ബൈ ബൈ, ഹാവ് എ സേഫ് ഡേ.